ഇന്ത്യൻ മാർക്കറ്റ് അഭിമുഖീകരിച്ച കനത്ത കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും 50%-ലേറെ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. ഈ സ്റ്റോക്കുകളുടെ ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ പല സ്റ്റോക്കുകളിലും ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ കാണാൻ സാധിക്കും. ചില സ്റ്റോക്കുകളിൽ ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് വരികയും ചെയ്തിട്ടുണ്ട്. റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ശ്രദ്ധിക്കപ്പെടുന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം ഗവൺമെൻറ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി മുന്നോട്ട് പോകുന്നതുമാണ്. റീസെൻ്റ്ലി ഏകദേശം 18,658 കോടിയാണ് 4 സംസ്ഥാനങ്ങളിലെ റെയിൽ നെറ്റ്വർക്ക് എക്സ്പാൻഷന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നീക്കിവച്ചിരിക്കുന്നത്. കൂടാതെ റെയിൽ സെക്ടറുമായി ബന്ധപ്പെട്ട പല പ്രോജക്റ്റുകൾക്കും ഗവൺമെൻറ് അംഗീകാരം നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാവുന്ന 4 റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് IRFC. റെയിൽവേ NBFC സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് IRFC. റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് IRFC. മികച്ച ഒരു ബിസിനസ് മോഡലുള്ള കമ്പനിയും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് സഹായകമാകുന്ന രീതിയിൽ ഡീസൻറ്റ് ഡിവിഡൻഡ് നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് IRFC. IRFC ഇപ്പോൾ 124 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. IRFCയുടെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ ഡീപ്പ് കറക്ഷന് ശേഷം സ്റ്റോക്ക് ഒരു റിക്കവറി പാതയിലാണ്. കൂടാതെ സ്റ്റോക്കിൻ്റെ വില ഓൾ ടൈം ഹൈയിൽ നിന്നും 52%-ഓളം കറക്റ്റ് ആവുകയും ചെയ്തു. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ബുള്ളിഷ് മാരോബസു ക്യാൻഡലിൻ്റെ ഫോർമേഷനോടുകൂടി അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മാരോബസു ക്യാൻഡലിൻ്റെ സപ്പോർട്ടോടുകൂടി സ്റ്റോക്കിൽ വാങ്ങൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 140 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനും അനുകൂലമായതും ഒരൽപ്പം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മികച്ച റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതുമായ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് RVNL എന്ന സ്റ്റോക്ക്. RVNL എന്ന സ്റ്റോക്കും ഓൾ ടൈം ഹൈയിൽ നിന്നും 52%-ഓളം ഇടിഞ്ഞ് 346 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിന് 311-നടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നിന്നും സ്റ്റോക്കിന് 388 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തേത് റെയിൽടെൽ. ഓൾ ടൈം ഹൈയിൽ നിന്നും 56% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 7 ആഴ്ച നീണ്ടുനിന്ന കൺസോൾട്ടേഷന് ശേഷം സ്റ്റോക്ക് ഒരു ബ്രേക്കൗട്ടിന് ശ്രമിക്കുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 275 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടുമാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 292-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 333 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.